നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 1600 രൂപയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ സമയം വീഡിയോയിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചതുമാണ്. ഇനിയും ചിലർക്ക് മാത്രമാണ് തുക ലഭിക്കാനുള്ളത്. അവർക്കും വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, കൈകളിൽ സ്വീകരിക്കുന്നവർക്കാണ് കുറച്ചുകൂടിയൊക്കെ താമസം വരുന്നത്. കാരണം ബാങ്കിൽ നിന്നും ജീവനക്കാർ നമ്മളുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് ഇത് എത്തിക്കേണ്ടതുണ്ട്. പല മേഖലകളിലേക്കും ഇവരെത്താനായിട്ട് വൈകുന്നത് ഒരു പക്ഷേ കാരണമായേക്കാം. എങ്കിലും ഈ ആഴ്ച തന്നെ വിതരണം പരമാവധി പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ 2000 രൂപയാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് നവംബർ മാസം മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. അതായത് 1600 രൂപയുടെ ഈ വർധനവ് നവംബർ മാസം മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുടിശ്ശിക ഒരു ഗഡു കൂടി ശേഷിക്കുന്നുണ്ട്, 1600. അപ്പോൾ അതിൻ്റെ വിതരണത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുടിശ്ശികയുടെ വിതരണം കൂടി ചേർത്തൊക്കെ വിതരണമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നവംബർ മാസം 1-ാം തീയതി മുഖ്യമന്ത്രി നമ്മളുടെ സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്ത് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട്. ആ സമയത്തും ചിലപ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ വന്നേക്കാം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് വേണ്ടി വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ ഒരു പെൻഷൻ്റെ രൂപരേഖ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 രൂപ പ്രതിമാസ പെൻഷൻ എന്നാണ് പറയുന്നത്. 60 വയസ്സിൽ താഴെയുള്ളവർക്ക്, അതും BPL AV റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യം നൽകുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അപേക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുകൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അറിയിപ്പ്, വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കും. അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വയോജന നയം രൂപീകരിക്കുന്നതും അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്, പ്രത്യേക സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് വീട്ടിലേക്ക് എല്ലാവിധ സഹായങ്ങളും, ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ, സൗജന്യ ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ റേഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ, പ്രതിമാസ പെൻഷൻ സഹായം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ നൽകുന്ന രീതി, അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, അടിയന്തര സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ, എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ, അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഇനി എന്തെങ്കിലും വിധത്തിൽ ആക്രമണങ്ങൾക്കോ അപകടങ്ങൾക്കോ ഇരയാവുകയാണെങ്കിൽ അതിവേഗത്തിൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ, പരിഹാരങ്ങളൊക്കെ നേടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഈ നയത്തിലൂടെ ഇപ്പോൾ രൂപീകരിക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2026 മുതൽ ഇത് ചിലപ്പോൾ പ്രാബല്യത്തിൽ വന്നേക്കാം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായമാണിത്. ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ സ്കീമിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക. അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ്, നിലവിൽ UPSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ടാകും. അതോടൊപ്പം തന്നെ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, ടെറ്റ് പോലുള്ള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പങ്കെടുക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനമൊക്കെ നടത്തുന്നവർ. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് ലഭ്യമാണ്. ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം മുഖാന്തരം വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ റിസിപ്റ്റുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അപേക്ഷകളൊക്കെ വെക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബ വാർഷിക വരുമാനമൊക്കെ താഴ്ന്നവർക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.